ഹലോ ഓൾ, എൻ്റെ പേര് ജെയ്സൺ എന്നാണ്. ഞാൻ ഏണസ്റ്റ് അക്കാഡമിയുടെ അക്കാഡമിക് കോർഡിനേറ്ററാണ്. അതുപോലെ തന്നെ കോ ഫൗണ്ടറിൽ ഒരാളും കൂടെ ആണ്. നമ്മൾ ജസ്റ്റ് ഞാനൊരു അക്കാഡമിയെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാം. ഓക്കെ, നമ്മൾ ഏണസ്റ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തത് 2019 അപ്പം ഇപ്പം നമ്മൾ 4 years കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ 100ഓളം കോഴ്സസ് നമ്മൾ പല സ്ട്രീമുകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആദ്യം സിവിൽ മെക്കാനിക്കൽ വെച്ചിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇപ്പം നമ്മൾ അഗ്രികൾച്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ പല രീതിയിലുള്ള സയൻറ്റിഫിക് ഓഫീസർ, ലീഗൽ മെട്രോളജി അസിസ്റ്റൻ്റ്, അങ്ങനെ പല രീതിയിലുള്ള കോഴ്സുകൾ നമ്മൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് പല ലിസ്റ്റുകളിലായിട്ട് ഇപ്പം പല സ്ഥാപനങ്ങളിലായിട്ട് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിസ്റ്റിലുള്ള പല ആൾക്കാരും ടോപ്പ് റാങ്കിങ്ങിലുള്ളവരൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇപ്പം എനിക്ക് നമ്മളിന്ന് എടുക്കാൻ പോകുന്ന എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വെബിനാറാണ്. ഓക്കെ, അപ്പോൾ ഈ വെബിനാർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ രണ്ടായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഡെലിവർ ചെയ്യുന്നത്. ഈ വെബിനാർ എന്നല്ല, നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിലെ പാർട്ട് 1 എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാറുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു രീതികളും പുള്ളി പഠിച്ച സമയത്ത് എങ്ങനെയായിരുന്നു ഇത് പ്രിപ്പയർ ചെയ്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു പാർട്ട് 1 ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അപ്പം നിങ്ങൾ അതും കാണണം ഇതിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ നടത്തുന്നത് പാർട്ട് 2 ആണ്, അതായത് വെബിനാറാണ്. ഇതിൽ നമ്മൾ ഈ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൻ്റെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ സംശയങ്ങളും എല്ലാം ഈ ഒരു വെബിനാറിനോട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകളിലെ അതായത് നമ്മളിപ്പോൾ എടുത്ത പാർട്ട് 1ൻ്റെയും പാർട്ട് 2ൻ്റെയും ഒക്കെ ലിങ്ക്സ് നിങ്ങൾക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതും കൂടാണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കാണുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിയിൽ 3 years ആയിട്ട് ടീച്ചിങ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അപ്പം മിസ് നിങ്ങൾ ഈ ബന്ധപ്പെട്ട പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ January 20 മുതലാണ് ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് മിസ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. മിസ്സേ? ഓക്കെ സാറേ, നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. സാറ് അക്കാഡമിയെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷനും എന്താണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ സാറ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഓൾറെഡി നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പൊ അവൈലബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാര്യങ്ങൾ അതിനെപ്പറ്റി പഠിക്കുക. കാരണം ഫീൽഡിലുള്ള ആളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഈ പോസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് അതിന്റെ സിലബസ് വരുന്നത്, എവിടെയാണ് നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു തസ്തികയുടെ പേരെന്ന് പറയുന്നത്. ഇത് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഇപ്പൊ ഓരോ ഇൻഡസ്ട്രി IEO എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് തന്നെ പറയുക. അപ്പൊ IEOയുടെ പോസ്റ്റ് ഉണ്ടാവുന്നത് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒരു പോസ്റ്റാണ് ഉണ്ടാവുക. പിന്നെ ചില മുനിസിപ്പാലിറ്റികളിലും ഓരോ പോസ്റ്റുകൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പിന്നെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിൽ നമുക്കൊരു ഡയറക്ടറേറ്റ് ഉണ്ടാകും. ആ ഡയറക്ടറേറ്റിന്റെ കീഴിൽ വിവിധ ജില്ലകളിലായിട്ടൊരു ജില്ലാ ഓഫീസ് ഉണ്ടാകും. ജില്ലാ ഓഫീസിന്റെ കീഴിൽ ഒരു താലൂക്ക് ഓഫീസ് ഉണ്ടാകും. താലൂക്ക് ഓഫീസിന്റെ കീഴിൽ വരുന്ന ബ്ലോക്കുകളിലാണ് ഈ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ പോസ്റ്റുകൾ ഉണ്ടാകും. ഗസറ്റഡ് റാങ്ക് അല്ല. നമുക്ക് ഇത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ തൊട്ട് ഇതിന് മേളിൽ നമുക്ക് പ്രൊമോഷൻ വരുന്നതാണ് ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു സിവിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവർക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ആയിരിക്കും നമുക്ക് ഇങ്ങനെ കിട്ടുക. അപ്പൊ അത് ഗസറ്റഡ് റാങ്ക് ആണ്. പക്ഷെ സെയിം ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷെ നമ്മളുടെ പോസ്റ്റ് ഗസറ്റഡ് റാങ്ക് അല്ല.
പിന്നെ അതിന്റെ കാര്യങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് ഇപ്പൊ തൊട്ട് മുന്നേ പ്രീവിയസ് എക്സാം ഡീറ്റെയിൽസ്, അതായത് ഐയുടെ നോട്ടിഫിക്കേഷൻ 2018 PSC പുറപ്പെടുവിക്കുകയും അത് പ്രകാരമുള്ള എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ മെയിൻ ആയിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് PSC പബ്ലിഷ് ചെയ്ത സിലബസിന്റെ സിലബസ് തന്നെയാണ് നമ്മൾ ഇനി ഈ ഒരു കോഴ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ അതിനെ റെഫറൻസ് ആയിട്ട് എടുക്കുന്ന സിലബസ് എന്ന് പറയുന്നത് അതാണ്. നമുക്ക് പരീക്ഷയ്ക്ക് ഒരു 3 months ബിഫോർ ഒക്കെയാണ് ആക്ച്വൽ സിലബസ് വരുള്ളൂ. ചിലപ്പോൾ അത്രയും തന്നെ കിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും അഡീഷനോ ഡിലീഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കി മാനേജ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത്, എങ്ങനെ തുടങ്ങണം, ഇതൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വെബിനാറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ പോസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രീവിയസ് ടൈം PSC കണ്ടക്ട് ചെയ്ത എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അതിന്റെ കാറ്റഗറി നമ്പർ 125/2018 അതായത് ഒരു സെപ്റ്റംബർ മാസം 2018 സെപ്റ്റംബർ മാസത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻ PSC പബ്ലിഷ് ചെയ്തത്. ഇൻഡസ്ട്രീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ അണ്ടറിലാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കുക. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. നമുക്ക് കേരളത്തിൽ ഉടനീളമാണ്, അതായത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ഇത് PSC കോൾ ഫോർ ചെയ്യാറ്. അതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 35,700 മുതൽ 75,600 വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. പക്ഷേ ഇത് മുന്നത്തെ PSCയുടെ നോട്ടിഫിക്കേഷനിൽ ഇതായിരുന്നു സ്കെയിൽ ഓഫ് പേ. പക്ഷെ ആക്ച്വലി ഇപ്പം പേ റിവിഷൻ ഒക്കെ വന്ന സമയത്ത് ബേസിക് 50,200 ആയിട്ടുണ്ട്. 50,200 1,05,000 രൂപ വരെയാണ് അതിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. അതാണ് ഇപ്പൊ നിലവിൽ വരുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പം നല്ലൊരു സ്കെയിൽ ഓഫ് പേ തന്നെയുള്ള ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം നല്ല രീതിയിൽ അതിന്റെ സിലബസ് ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പോകുന്ന ആളുകൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ജോബ് തന്നെയാണ് ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസർ. നമുക്ക് മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ടും ഒക്കെ നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. പിന്നെ ബിടെക് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് വരുന്ന ഒരു പോസ്റ്റും കൂടിയാണ്. പിന്നെ അന്ന് വിളിച്ച ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അന്ന് കോൾ ഫോർ ചെയ്ത സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്ന വേക്കൻസി 3 വേക്കൻസികളായിരുന്നു ഉണ്ടായിരുന്നത്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനി ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി, സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രോണിക്സോ ഇലക്ട്രിക്കലോ അങ്ങനെ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആളുകൾക്ക് നമുക്ക് ഈ ഒരു എക്സാമിനേഷന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ മുന്നത്തെ എക്സാമിനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 2018 വിളിച്ചതാണെങ്കിലും ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് 3/12/2019 അതില് പരീക്ഷ നടത്തി ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പം കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് 46.33. 46.33 മുകളിൽ കിട്ടിയിട്ടുള്ള ആളുകളെയൊക്കെ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ മെയിൻ ലിസ്റ്റ് 76 കാൻഡിഡേറ്റ്സ് ഈ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. പിന്നെ അതിന് ആനുപാതികമായിട്ട് സപ്ലിമെന്ററി ലിസ്റ്റും ഉണ്ടാകും. പിന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് അതിൽ ഏറ്റവും ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് കിട്ടിയ മാർക്ക് 67 അപ്പൊ ഈ 46.33ന്റെയും 67ന്റെയും ഇടയിൽ 76 ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ 60+ ആയിട്ടുള്ള ആളുകൾ ഒരു 5 to 10 അത്രയും ആ ഒരു റേഞ്ചിലേ വരുള്ളൂ. പക്ഷെ ഒരു 50ന്റെയും 60ന്റെയും ഇടയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പൊ നമുക്ക് ആ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നല്ല രീതിയിൽ മാർക്ക് മേടിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് അഡ്വൈസ് പോകുമ്പോൾ തന്നെ നമുക്ക് ജോലി കിട്ടുന്ന രീതിയിലേക്ക് ആവുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പർ ഓഫ് വേക്കൻസീസ് 3 മാത്രമായിരുന്നു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതെങ്കിലും നിലവിൽ ഇന്ന് വരെ എത്തി നിൽക്കുന്ന സമയത്ത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് 56ഓളം ആളുകൾക്ക് അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അപ്പൊ 3 എന്ന് പറയുന്നത് ഒരു ആ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് മാത്രം PSCക്ക് കൊടുത്തിട്ടുള്ള ഒരു വേക്കൻസിയുടെ ലിസ്റ്റ് തന്നെയാണ്.
അപ്പൊ അതിന് കഴിഞ്ഞതിന് ശേഷം 2018 സെപ്റ്റംബറിന് ശേഷം വന്നിട്ടുള്ള വേക്കൻസികൾ ഇന്ന് വരെ 56 പേർക്ക് അഡ്വൈസ് പോകുന്ന തരത്തിലായിട്ടുണ്ട്. ഇനിയും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു 10-12 ആളുകൾക്കും കൂടി അഡ്വൈസ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം നമുക്കിനി ഈ ലിസ്റ്റ് വാലിഡ് ആവുന്നത് ഈ 2024 ഡിസംബർ വരെ നമുക്ക് ഈ ലിസ്റ്റ് വാലിഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വർഷത്തിനുള്ളിൽ അത്രയും കൂടെ ആളുകൾക്ക്, ഒരു 10-12 ആളുകൾക്കും കൂടി ചിലപ്പം ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ നമ്പർ ഓഫ് വേക്കൻസി കുറവാണല്ലോ നോട്ടിഫിക്കേഷനിൽ എന്ന് വിചാരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കേണ്ട. ഭാവിയിൽ അത് നല്ല ഇപ്പൊ എത്ര ഫോൾഡ് ഇൻക്രീസ് ചെയ്തു, 3 എന്ന് പറയുന്നത് 56 ആയപ്പോഴേക്കും. അപ്പൊ അത്രയും തരത്തിലെ ഒരു ഇൻക്രീസ് നമുക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ആവാനായിട്ട് പറ്റുള്ളൂ. ലിസ്റ്റിൽ വെറുതെ ഇൻക്ലൂഡ് ആയാൽ മാത്രം പോരാ, നമ്മൾ ഏറ്റവും ടോപ്പ് റാങ്കിൽ വരുന്ന രീതിയിൽ നമ്മളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഡസ്ട്രി സെക്ഷൻ ഓഫീസറിന്റെ പരീക്ഷയുമായി ബന്ധപ്പെട്ട നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിന്റെ ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളും കൂടെ പറയുകയാണെങ്കിൽ, ഷോർട്ട് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2019 ഡിസംബറിലാണ് പരീക്ഷ കണ്ടക്ട് ചെയ്തത്. 2018 സെപ്റ്റംബറിൽ കോൾ ഫോർ ചെയ്തിട്ട് 2019 ഡിസംബറിൽ കണ്ടക്ട് ചെയ്തു. ഷോർട്ട് ലിസ്റ്റ് വന്നത് 2021 ഏപ്രിൽ മാസത്തിലാണ് വന്നിരിക്കുന്നത്. 76ഓളം ആളുകൾ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. 46.33 ആയിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് നാളുകൾ എടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചും കൂടിയും ഫാസ്റ്റ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇനി റാങ്ക് ലിസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ മാർക്ക് 67ആണ്. ഇന്റർവ്യൂവും കൂടി ഉള്ള പോസ്റ്റാണ്. ടെസ്റ്റും ഇന്റർവ്യൂവും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ഫൈനൽ മാർക്ക് വരുന്നത്. അതിനനുസരിച്ചിട്ടാണ് നമ്മളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്. വെയിറ്റേജ് ഒന്നുമില്ല. നമുക്ക് മാർക്ക്, നമ്മുടെ ബിടെക്കിന്റെ മാർക്കൊന്നും അതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നില്ല. ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പൊ നമുക്ക് 21 ഏപ്രിലിൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് ഡിസംബറിൽ ഫൈനൽ ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റും വന്നു. ഇതിൽ 1ാം റാങ്കിന് 67, പിന്നെ ലാസ്റ്റ് 76 പേരുണ്ടായിരുന്നു. ഒരാൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാത്തത് കാരണം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 75 ആളുകൾക്ക് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ ലാസ്റ്റ് വന്നിട്ടുള്ള ആളുടെ മാർക്ക് 46.67 ആണ്. അപ്പൊ ടെസ്റ്റിന്റെ മാർക്ക് തന്നെ നല്ലൊരു ഘടകമാണ്. ഇന്റർവ്യൂവിന് ഏകദേശം എല്ലാവർക്കും 13, 12 ആ ഒരു റേഞ്ചിൽ, 10 to 13 എന്നുള്ള ആ ഒരു റേഞ്ചിലായിരിക്കും മാർക്ക് അധികം ഉണ്ടാവുക. അപ്പൊ അതിൽ ഒരുപാട് വേരിയേഷൻ വരില്ല. പക്ഷെ നമുക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ നല്ലൊരു പൊസിഷനിൽ ഉണ്ടാകും. ഇനി അതിന്റെ അഡ്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 56 അഡ്വൈസ് നിലവിൽ ഇതുവരെ പോയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് അഡ്വൈസ് പോയത് 10ാം മാസത്തിലായിരുന്നു. ഒക്ടോബർ 2023 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കാറ്റഗറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. PSCയുടെ സൈറ്റിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. ഓപ്പൺ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിട്ടുള്ളത് 42 വരെയാണ്. ഈഴവയിൽ 48 വരെയുള്ള റാങ്കുകാർ പോയിട്ടുണ്ട്. SCയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് 4 വരെ, STയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഒരാൾ ഫസ്റ്റ് ആള് പോയിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത് 45ാമത്തെ റാങ്ക് ഉള്ളതാണ്. പിന്നെ ലാറ്റിൻ കാത്തലിക് സപ്ലിമെന്ററിയിൽ 3ാമത്തെ റാങ്ക് പോയിട്ടുണ്ട്. OBCയിൽ 50, വിശ്വകർമ്മ 65. ഇങ്ങനെയാണ് ഇതിന്റെ ആ ഒരു ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകളുടെ ഏറ്റവും ലാസ്റ്റ് പോയിട്ടുള്ള റാങ്ക് ഈ ഒരു രീതിയിലാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് കിട്ടാവുന്ന ഒരു എക്സാം തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ സിലബസ് കാര്യങ്ങളിലേക്ക് നോക്കാം. ഇപ്പൊ സിലബസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ 6 പാർട്ടുകളാണ് സിലബസിനുള്ളത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന സിലബസ് നമ്മളുടെ ഈ 2018 നോട്ടിഫിക്കേഷൻ വന്നപ്പം PSC പബ്ലിഷ് ചെയ്ത ആ ഒരു സിലബസിന്റെ ബേസിലാണ് പറയുന്നത്. ചിലപ്പം ഒരു പക്ഷേ നമുക്ക് ഇനി പുതുതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻ, അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവാൻ പോവാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസംബറിലേക്ക് എക്സ്പയർ ആകും. അപ്പൊ അത് എക്സ്പയർ ആവുന്നതിനെക്കാട്ടും മുന്നേ സാധാരണ PSC അടുത്ത നോട്ടിഫിക്കേഷൻ ഒക്കെ പുറപ്പെടുവിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് നമ്മൾ പിന്നെ ക്ലാസ്സുകൾ, ഇതിനുള്ള കോച്ചിങ് ക്ലാസ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഡിസിഷനിലേക്കൊക്കെ എത്തുന്നത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ സിലബസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസിനെ 6 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1, 2, 3, 4, 5, 6 അങ്ങനെ. അതിൽ പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. നമുക്ക് ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് എല്ലാ ബേസിക് എഞ്ചിനീയറിംഗും നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് അതിന്റെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം
എല്ലാ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിലബസ് എല്ലാ ബ്രാഞ്ചുകളുടെയും ബേസിക്സ് ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു സിലബസ് ആണ്. ഇപ്പൊ പാർട്ട് 1 നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പാർട്ട് 2 ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ബിടെക് പഠിക്കുന്ന സമയത്ത് ഒരു 7th സെമിസ്റ്റർ ഒക്കെ ആകുന്ന സമയത്ത് നമ്മൾ ഒരു പേപ്പർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകും. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പേപ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ രണ്ടാമത്തെ പാർട്ടിൽ വരുന്ന സിലബസിലെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി തേർഡ് പാർട്ടിൽ നമുക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ് വരുന്നത്. 4th പാർട്ടിൽ നമുക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ്. 5th പാർട്ടിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ബേസിക്സ് ആണ്. 6th കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ബേസിക്സ് ആണ്. അപ്പൊ നമ്മളുടെ ബേസിക് ബ്രാഞ്ചുകൾ എല്ലാം ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ എല്ലാ ബേസിക്സും നമ്മൾ പഠിക്കാറുണ്ട്. നമ്മളുടെ എഞ്ചിനീയറിംഗ് കോഴ്സിൽ ആദ്യം തന്നെ ഫസ്റ്റ് ഇയർ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ബേസിക് മെക്കാനിക്കലും ബേസിക് സിവിലും ബേസിക് ഇലക്ട്രിക്കലും ബേസിക് ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കാറുണ്ട്. അതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇപ്പൊ ഇവിടെ വരുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് മാത്രമാണ്. ഇനി ഈ ഒരു കഴിഞ്ഞ തവണ നമുക്ക് പരീക്ഷ നടത്തിയതിനകത്ത് ഉള്ള ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് ഇങ്ങനെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇപ്പം PSCക്ക് ഒരു ടെൻഡൻസി ഉള്ളത് ഓരോ പാർട്ടിലും എത്ര മാർക്ക് വരുന്നുണ്ട് എന്നുള്ളത് PSC സിലബസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യാറുണ്ട്. പക്ഷെ അന്ന് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതില് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് ഓരോ ടോപ്പിക്കുകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ പാർട്ടിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കി അതിനനുസരിച്ചിട്ട് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എഴുതിയതാണ് ഇവിടെ. ചിലപ്പോൾ ഇനി നമുക്ക് പുതിയ സിലബസിൽ വരുന്നതിനകത്ത് അവിടെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിൽ നിന്ന് നമുക്ക് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നല്ലൊരു വെയിറ്റേജ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. 20 മാർക്ക് നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കിട്ടും. പിന്നെ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ പോർഷനിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് 9 മാർക്കിന്റെ ക്വസ്റ്റ്യനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 11 മാർക്കിന്റെ ക്വസ്റ്റ്യനും ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇലക്ട്രിക്കലിന് 20 മാർക്ക്, ഇലക്ട്രോണിക്സിന് 20 മാർക്ക്, കമ്പ്യൂട്ടർ സയൻസിനും 20 മാർക്ക്. അപ്പൊ ഈ 4 ബ്രാഞ്ചുകളും അതായത് സിവില്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഈ 4 ബ്രാഞ്ചുകളിൽ നിന്നും 20 മാർക്കിന്റെ വീതവും മെക്കാനിക്കലും ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റും കൂടെ കൂട്ടിയിട്ടാണ് 20 മാർക്ക് ഉണ്ടായിരുന്നത്. അതില് 11 മാർക്ക് ബേസിക് മെക്കാനിക്കലിലും 9 മാർക്കോളം ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നുമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ ചിലപ്പോൾ മാർക്കിലൊക്കെ വ്യത്യാസം ഉണ്ടാവാം. ചിലപ്പോൾ എല്ലാ പോർഷനും ഈക്വൽ വെയിറ്റേജ് ആയിട്ട് ഇടാം. അത് നമുക്ക് സിലബസ് കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ അറിയുള്ളൂ. ഇനി നമുക്ക് ഓരോ പാർട്ടിലും എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓരോ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളിൽ നിന്നും എല്ലാം നമ്മളിപ്പോ ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 4 സെമസ്റ്ററുകളിലും പഠിക്കുന്ന ഫുള്ള് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. അതിന്റെ ബേസിക്സ് ആണ് നമുക്ക് അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ സിലബസിൽ അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഓരോ പോർഷനിലും എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം പാർട്ട് 1 സിവിൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് മെയിൻ ആയിട്ട് 3 ടോപ്പിക്കുകളിൽ നിന്നിട്ടാണ് നമുക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ സിലബസിൽ നമുക്ക് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ആദ്യം മെറ്റീരിയൽസ് ആണ്. അതായത് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്. നമുക്ക് ബ്രിക്ക്, അതുപോലെ സിമെന്റ്, സ്റ്റീല്, ഇങ്ങനെ ഡിഫറെന്റ് മെറ്റീരിയൽസ് ഉണ്ടാകും. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ബ്രിക്സ്, സിവിലിന്റെ അതില് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ വരുന്നത് ബ്രിക്ക് ഉണ്ട്, പിന്നെ സിമെന്റ് ഉണ്ട്, പിന്നെ സ്റ്റീലുണ്ട്, പിന്നെ അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഈ കോൺക്രീറ്റ് ഒക്കെ ഇല്ലേ, അതാണ് ഇത് പറയുന്നത് അഗ്രിഗേറ്റ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്, മെറ്റീരിയൽസിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത പാർട്ട് കൺസ്ട്രക്ഷൻ ആണ് വരുന്നത്. അപ്പൊ കൺസ്ട്രക്ഷനിൽ നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ പാർട്സ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ വരുന്ന ബിൽഡിങ്ങിന്റെ ഡിഫറെന്റ് പാർട്സ്, ബിൽഡിംഗ് പാർട്സ്, പിന്നെ അതിന്റെ ഫൗണ്ടേഷൻ, ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഫൂട്ടിങ് ഇടും. നമ്മൾ ബിൽഡിംഗ് കയറ്റുന്ന സമയത്ത് തന്നെ ഫൂട്ടിങ് ഇടും. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഐസൊലേറ്റഡ് ഫൂട്ടിങ്, കമ്പൈൻഡ് ഫൂട്ടിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഫൂട്ടിങ്സ് ഉണ്ട്. പിന്നെ മെയ്സണറി പഠിക്കാനുണ്ട്. മെയ്സണറി,
മേസണറിയുടെ ടൈപ്സ് ഒക്കെ പഠിക്കാനുണ്ട്. റബ്ബർ മേസണറി എന്താണ്, ബ്രിക്സ് മേസണറി എന്താണ്, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോണ്ടിങ് ഉണ്ട്. ഇംഗ്ലീഷ് ബോണ്ട്, ഫ്രഞ്ച് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോണ്ട് ഉണ്ട്. രണ്ട് ബ്രിക്ക് തമ്മിൽ ബോണ്ടിങ് ചെയ്യുന്നതിനാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് കൺസ്ട്രക്ഷനിൽ പഠിക്കാനുള്ളത്. പിന്നെ മെയിൻ ആയിട്ട് വരുന്ന ഒരു പാർട്ട് സർവേയിങ് ആണ്. സർവേയിങ് നമ്മൾ അതിന് ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാകും. സർവേയിങ് നമ്മൾ ചില സിലബസുകളൊക്കെ അല്ലെങ്കിൽ ചില ബിടെക്കിന്റെ ബാച്ചുകളൊക്കെ സർവേയിങ് ഫസ്റ്റ് ഇയറിൽ ഒരു ടോപ്പിക് ആയിട്ട് തന്നെ, സിവിൽ കൂടാതെ തന്നെ സർവേയിങ് പഠിച്ചിട്ടുണ്ടാകും. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗുകാർക്ക് സർവേയിങ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും കേട്ടോ. അപ്പൊ അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സർവേയിങ്ങിൽ നമുക്ക് നോക്കാനുള്ളത്. സർവേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്, ടോട്ടൽ സ്റ്റേഷന്, അതുപോലെ അങ്ങനെയുള്ള തിയോഡോലൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ്. പിന്നെ GIS പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ സർവേയിങ്ങിൽ നോക്കാനുള്ളത്. ഇതാണ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇതിൽ നിന്ന് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ സിവിൽ എഞ്ചിനീയറിംഗിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് താരതമ്യേന വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ ഒരു വ്യക്തമായിട്ട് ഈ 3 ഏരിയയിൽ നിന്നും പഠിച്ചിട്ട് പോയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിന് 20 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്ര വലിയ ഡെപ്തിലേക്കൊന്നും പോവാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഈ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കുവാണെങ്കിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു 7th സെമസ്റ്റർ ബിടെക്കിലൊക്കെ പഠിക്കുന്ന ഒരു പേപ്പറാണ്. ഈ ഒറ്റൊരു പേപ്പറാണ് നമ്മൾ അതിനകത്ത് പഠിക്കുക. അതിൽ ഡിഫറെന്റ് പാർട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ പിന്നെ വേജസ്, നമ്മൾ കൂലി അതിന്റെ ടൈപ്സ് ഓഫ് വേജസ് ഉണ്ട്, അതൊക്കെ. പിന്നെ ക്വാളിറ്റി പ്ലാനിങ്, അതാണ് അടുത്തൊരു ടോപ്പിക്. ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി മാനേജ്മെന്റ്, അങ്ങനെയൊക്കെയുള്ള ടോപ്പിക്കുകളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട്, അതാണ് അടുത്തത്. ഇപ്പൊ നമുക്ക് അതിനകത്ത് CPM, PERT എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള. ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ ടേംസ് ഒക്കെ ഫെമിലിയർ ആയിട്ടുണ്ടാവും. അപ്പൊ അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു ഇത് പറയുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റിന്റെ സിലബസ് താരതമ്യേന കുറവാണ്. മറ്റേ സിവില് അതുപോലെ ഇലക്ട്രിക്കലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും താരതമ്യേന കുറവാണ്. നമുക്ക് 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ നമുക്ക് ഇതിനകത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നല്ല എളുപ്പമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു പിന്നെ കഴിഞ്ഞ IVOയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത പാർട്ട് 3ലേക്ക് പോവുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. മെക്കാനിക്കൽ എന്നുണ്ട് കേട്ടോ, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ബേസിക്സിൽ തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ട്. തെർമോഡൈനാമിക്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ബേസിക്സ് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിലൊക്കെ മെക്കാനിക്സിലും ഇതൊക്കെ പഠിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ IC എഞ്ചിൻ ഉണ്ട്, 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, പെട്രോൾ, ഡീസൽ, ആ ഒരു രീതിയിൽ IC എഞ്ചിൻസ്. പിന്നെ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഓരോ സെമസ്റ്ററുകളിലും ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ ഈ IC എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആയിരിക്കും, റെഫ്രിജറേഷൻ എഞ്ചിനീയറിംഗ് ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അതിന്റെയൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ ഈ ഒരു ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നോക്കേണ്ടത്. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽസിലെ പവർ ട്രാൻസ്മിഷൻ ഡിവൈസസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, ഇവിടെ നമ്മൾ സിവിലിൽ നമ്മൾ ബ്രിക്സ്, സിമെന്റ് ഒക്കെ പഠിച്ചു. അതുപോലെ തന്നെ ഇവിടെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ്, സ്റ്റീല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട്. അതുപോലെ മാനുഫാക്ചറിങ് പ്രോസസ്സിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ മെഷീൻ ടൂൾസ്, എമിഷൻ സ്റ്റാൻഡേർഡ്സ്, ഇതൊക്കെ വളരെ ചെറിയ ടോപ്പിക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് മെക്കാനിക്കലിൽ പഠിക്കാനുള്ളത്. 11 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 11 മാർക്സ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും താരതമ്യേന എളുപ്പം ആയിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് പാർട്ട് 4 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ നമുക്ക് ഡിഫറെന്റ് ലോസ് ആണ്. നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ എഞ്ചിനീയറിംഗ്
കാൻഡിഡേറ്റ്സിനും അറിയേണ്ടതാണ്. കാരണം എല്ലാവരും ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് തന്നെയാണ്. KVL, KCL, സർക്യൂട്ട് റൂൾസ് ഒക്കെയാണ് ഇതൊക്കെ. അതുപോലെ തന്നെ മാഗ്നറ്റിക് സർക്യൂട്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്താണ്, ഈ MMF, പിന്നെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടിൽ നോക്കുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ ഫാരഡേസ് ലോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിക്സ് ആണ്. ഫാരഡേസ് ലോ എന്താണ്, അതുപോലെ ലെൻസസ് ലോ, പിന്നെ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്താണ് ഇൻഡക്റ്റൻസ്, ഇതെല്ലാമാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ അതിൽ തന്നെ നെക്സ്റ്റ് പാർട്ട് AC ഫണ്ടമെന്റൽസ് ആണ്. അതായത് എങ്ങനെയാണ് ഒരു ഓൾട്ടർനേറ്റിംഗ് കറന്റ് ജനറേറ്റ് ചെയ്യുന്നത്, അതിൽ ഓരോ കുറെ ടേംസ് ഉണ്ട്. എന്താണ് ഫ്രീക്വൻസി, എന്താണ് ടൈം പീരീഡ്, പവർ എന്താണ്, AC പവർ എന്താണ്, വോൾട്ടേജ്, കറണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് നമുക്ക് AC ഫണ്ടമെന്റൽസിൽ പഠിക്കാനുള്ളത്. പിന്നെ നമ്മൾ 3-phase സിസ്റ്റത്തിലേക്ക് മൂവ് ചെയ്യും. 3-phase സിസ്റ്റത്തിൽ 3-phase വോൾട്ടേജ്, 3-phase കറണ്ട് ഒക്കെ എങ്ങനെ ജനറേറ്റ് ചെയ്യാം, എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ്, സ്റ്റാർ ഡെൽറ്റ കൺവേർഷൻ, ഇവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. ഇതൊക്കെയാണ് 3-phase സിസ്റ്റത്തിലുള്ളത്. ലൈൻ വോൾട്ടേജ് എന്താണ്, ലൈൻ കറണ്ട് എന്താണ്, ഫേസ് വോൾട്ടേജ് എന്താണ്, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പവർ ജനറേഷനിൽ നമുക്ക് കൺവെൻഷണൽ എനർജി സോഴ്സസിനെ പറ്റിയിട്ടും നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിനെ പറ്റിയിട്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത് പവർ ജനറേഷനിൽ. പിന്നെ ഇലക്ട്രിക്കൽ മെഷീൻസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ജനറേറ്ററിന്റെയും മോട്ടറിന്റെയും ഒക്കെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിന്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ഈ മെഷീൻസിൽ പഠിക്കാനുള്ളത്. അപ്പം താരതമ്യേന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലുണ്ട്. 20 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ. ഈ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് അത്യാവശ്യം പഠിക്കാനായിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. നമ്മൾ കഴിഞ്ഞ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസിനെ വിലയിരുത്തുന്ന സമയത്ത് മെക്കാനിക്കലും സിവിലും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ടുള്ളതായിരുന്നു. അതിന്റെ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതലുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലമാറ്റിക് രീതിയിലൊക്കെ പഠിച്ചിട്ട് പോകുമ്പോഴാണ് നമുക്ക് അതിനകത്ത് നിന്നൊരു 20 ക്വസ്റ്റ്യനിൽ നിന്നൊരു 16-17 ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ നമുക്ക് 3 പാർട്ടുകളാണ് ഉള്ളത്. 3 പാർട്ടാണെന്നുണ്ടെങ്കിലും കുറച്ചധികം പഠിക്കാനായിട്ടുണ്ട്. കാരണം ഈ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബേസിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും ബേസിക്സ് നമുക്ക് അതിനകത്ത് വരും. അതായത് ഏറ്റവും ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പോണൻസ് തൊട്ട് പിന്നെ നമ്മൾ സാധാരണ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, പിന്നെ നമ്മൾ ആക്റ്റീവ് ഡിവൈസിലേക്ക് പോകുമ്പോൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ, അതിന്റെ വർക്കിംഗ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ തൊട്ടിട്ട് നമുക്ക് കുറച്ച് എക്യുപ്മെന്റ്സ്, ഫംഗ്ഷൻ ജനറേറ്റർ, മീറ്ററുകൾ, ഡിജിറ്റൽ മീറ്റേഴ്സുകൾ, അങ്ങനെ അത് വന്നിട്ട് പിന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് GPS പറ്റിയിട്ടും GSM പറ്റിയിട്ടും GPRS, ബ്ലൂടൂത്ത്, വൈഫൈ, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക്സിലേക്കൊക്കെ പോകുന്ന ഒരു ഇതാണ്. അപ്പൊ അത്രയും നമുക്ക് ഈ ഒരു ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ പാർട്ടിൽ നിന്ന് കവർ ചെയ്യാനുണ്ട്. പിന്നെ അടുത്ത പാർട്ടിൽ നമുക്ക് സ്വിച്ചസ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ്, സിംഗിൾ പോൾ സിംഗിൾ ത്രോ സ്വിച്ചസ്, ഡബിൾ പോൾ ഡബിൾ ത്രോ, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് ഉണ്ടാകും. പിന്നെ ലൗഡ് സ്പീക്കർ, ആംപ്ലിഫയർ, മൈക്രോഫോൺസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നോക്കാനായിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് പാർട്ടിൽ മൈക്രോ കൺട്രോളറും മൈക്രോ പ്രോസസറും 8085ന്റെ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷകൾക്ക് പ്രോഗ്രാംസ് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് തന്നെയായിരുന്നു. നമ്മുടെ ഇലക്ട്രോണിക്സ് പോർഷൻ കുറച്ച് ടഫ് തന്നെയായിരുന്നു. 20 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കുറെ അധികം പ്രോബ്ലംസ് ഇതിനകത്ത് നിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് ടഫ് ആവാനായിട്ടുള്ള കാര്യം. ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കാൻഡിഡേറ്റ്സിന് ചിലപ്പം ആ ഒരു പോർഷൻസ് ഒക്കെ ഈസി ആയിരിക്കും. പക്ഷെ ഇത് എല്ലാ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിനും എഴുതാൻ പറ്റുന്നതായത് കാരണം തന്നെ അതർ ബ്രാഞ്ചസിലുള്ളവർക്ക് ഇലക്ട്രോണിക്സിന്റെ പോർഷൻസ് കുറച്ച് ടഫ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുന്ന ആളുകൾക്ക് ഈ സിവിലും മെക്കാനിക്കലും ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ പഠിച്ചിട്ട് പോയിട്ട് എഴുതുന്ന ആളുകൾക്ക് അങ്ങനെ ഇൻഡെപ്തിൽ ചോദിക്കാത്തത് കാരണം ആ ഒരു പോർഷൻ എളുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പോർഷനിൽ നിന്നുള്ളതാണ്. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 ടോപ്പിക്കുകളാണ് അതിനകത്തുള്ളത്. ഒന്ന് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ഡിജിറ്റൽ കമ്പ്യൂട്ടർ. നമ്മളുടെ സാധാരണ അതിന്റെ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്തൊക്കെയാണ്, സ്റ്റോറേജ്, മെമ്മറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഫസ്റ്റത്തെ പോർഷനിൽ വരുന്നത്. രണ്ടാമത്തെ പോർഷനിൽ വരുന്നത് ഡാറ്റ റെപ്രസെന്റേഷൻ. കമ്പ്യൂട്ടറിന് നമുക്ക് എല്ലാവർക്കും അറിയാം ബൈനറി ഡാറ്റ ആയിട്ടാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ കൊടുക്കുന്നത്. അപ്പം അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റ റെപ്രസെന്റേഷൻ, അതായത് ബൈനറി എന്താണ്, ഡെസിമൽ, ഒക്ടൽ, എന്നിട്ട് ഈ നമ്പർ സിസ്റ്റം കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുക, പിന്നെ BCD കോഡ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ഡാറ്റ റെപ്രസെന്റേഷൻ ആണ് ഈ രണ്ടാമത്തെ പാർട്ടിൽ വരുന്നത്. പിന്നെ അടുത്ത പാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ലാംഗ്വേജസ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കണം. വാട്ട് ഈസ് ഹൈ ലെവൽ ലാംഗ്വേജ്, എന്താണ് അസംബ്ലി ലാംഗ്വേജ്, എന്താണ് മെഷീൻ ലാംഗ്വേജ്, പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണ്, അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ നോക്കുന്നത്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നോക്കുന്നത്. ഇനി ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് ആണ്. അതായത് അൽഗോരിതം, ഫ്ലോ ചാർട്ട്, ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ലാസ്റ്റിലേക്ക് വരുന്നത്. ഇത്രയാണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നോക്കാനായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോർഷനും അത്ര വലിയ ബുദ്ധിമുട്ടില്ല, എന്നാലും അത്ര നല്ലൊരു ഈസി ആണെന്ന് പറയാനും പറ്റില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ നിന്ന് കഴിഞ്ഞ തവണത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ 6 പാർട്ടുകളിൽ നിന്നാണ് നമുക്ക് കഴിഞ്ഞ സിലബസ് ഇങ്ങനെ ഈ 6 പാർട്ടുകളിലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഇതിൽ നിന്നും 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിലബസിനെ പറ്റിയിട്ട് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളുടെയും ബേസിക്സ് ആണ് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ തവണത്തെ സിലബസ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കും 1 by 1 ആയിട്ട് എടുത്ത് നമ്മൾ പഠിച്ചു പോകണം. ഇപ്പം എല്ലാ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റ്സിനും എഴുതാം, ഈ എക്സാമിന് അപ്പിയർ ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ അതർ ബ്രാഞ്ചസ്, അതായത് ഇപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റിന് മറ്റുള്ള ടോപ്പിക്കുകൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. അപ്പൊ അവരുടെ ഫസ്റ്റ് ഇയറിൽ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അതിനുശേഷം ബാക്കിയുള്ള 3 വർഷത്തോളം അവർ സിവിലില് അഡ്വാൻസ്ഡ് ആയിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ പോർഷൻ, ഫസ്റ്റ് ഇയറിൽ പഠിച്ച പോർഷൻ അവർ പിന്നീട് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് അത്ര ഒരു നോളജ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിൽ കൂടി നമുക്ക് അത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി പഠിച്ചെടുത്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ ബ്രാഞ്ചുകാരുടെയും അവസ്ഥ അത് തന്നെയാണ്. അവർക്ക് അവരുടെ ബ്രാഞ്ചിലുള്ള ടോപ്പിക് അറിയാം നല്ല രീതിയിൽ അറിയാമായിരിക്കും, കാരണം ബേസിക്സ് മാത്രമാണ് അതിനകത്ത് ചോദിക്കുന്നത്. പിന്നെ അതർ ബ്രാഞ്ചസ് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിലേക്ക് ഫോക്കസ് കൊടുത്ത് പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് അതിന് കോച്ചിങ് സെന്റേഴ്സിന്റെ ഹെൽപ്പോട് കൂടി തന്നെ അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമുക്ക് അറിയില്ലാത്ത ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ച് തരുന്ന സമയത്താണ് കൂടുതൽ അത് ഇഫക്റ്റീവ് ആയിട്ട് മാറുക. ബുക്സ് വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഒരു ക്ലാസ് കിട്ടുന്നതാണ് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് റെഫറൻസസ് നോക്കുകയാണെങ്കിൽ, റെഫറൻസിലേക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഓരോ ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിലും നമുക്ക് ഓരോ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാനായിട്ടുണ്ടാകും. അതിൽ നിങ്ങൾ ഏത് ബുക്കാണ്, ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലും ഏത് ബുക്സ് റെഫർ ചെയ്തിട്ടാണോ ആ ഒരു പോർഷൻസ് പഠിച്ചിട്ടുള്ളത് അത് തന്നെ എടുത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗിന്, ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിന് അവർ അവരുടെ ബിടെക് കോഴ്സിൽ ഫസ്റ്റ് ഇയറിൽ ഏത് ബുക്ക് ഫോളോ ചെയ്തോ ആ ബുക്ക് തന്നെ നമുക്ക് ഈ ഒരു കോഴ്സിലേക്ക് വേണ്ടിയിട്ടും ഫോളോ ചെയ്യാനായിട്ട് അതായിരിക്കും എളുപ്പം. ഇനി അങ്ങനെ അല്ലാതെ അങ്ങനെ ഒരു ബുക്സ് ഒന്നും വെച്ചിട്ട് നോക്കിയിട്ടില്ല എന്നുള്ള ആളുകൾക്ക് ഞാൻ എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളുടെയും ഒരു ബുക്ക് ഞാനിവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് പുതുതായിട്ട് നോക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ആ ഒരു ബുക്ക് റെഫർ ചെയ്തിട്ട് വേണമെങ്കിൽ പഠിക്കാനായിട്ട് പറ്റും. ഓൾറെഡി പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇത് നമ്മൾ മെയിൻ ആയിട്ട് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ എല്ലാ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകളും പഠിക്കേണ്ടത് കൊണ്ട് ഒരു കോച്ചിങ് സെന്ററുകളുടെ ഹെൽപ്പോട് കൂടി തന്നെ നമ്മളുടെ സ്റ്റഡി പ്ലാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്.
അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇയർ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഏത് ബുക്സ് നോക്കി പ്രിപ്പയർ ചെയ്തു ആ ബുക്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അത് ഒരു ബുക്കും ഫോളോ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിന് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് റോയ് എം തോമസിന്റെ ഒരു ബുക്കുണ്ട്. സാധാ സിമ്പിൾ ആയിട്ടുള്ള ബുക്കുകളാണ് ഞാൻ ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഈ ടോപ്പിക്കുകളൊക്കെ ഈ ഒരു ബുക്കുകളിൽ നിന്ന് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് തെരേജയുടെ ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജിയുടെ വോളിയം 1 റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇലക്ട്രോണിക്സുകാർക്ക് അതിൽ ഇലക്ട്രിക്കലും ഉണ്ട്. JB ഗുപ്തയുടെ ഒരു ബേസിക് ഇലക്ട്രിക്കലിന്റെയും ഇലക്ട്രോണിക്സിന്റെയും കൂടെ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് JB ഗുപ്തയുടെ ബുക്കാണ്. ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ബുക്കുകളാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബുക്സുകൾ തന്നെയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ബസന്ത് അഗർവാളിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കാവുന്നതാണ്. പിന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റിന് OP ഖന്ന. വളരെ വാസ്റ്റ് ആയിട്ട് ഈ മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഈ OP ഖന്നയുടെ ബുക്കിൽ ഉണ്ടാകും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം അതിനകത്ത് നമ്മൾ നോക്കിയെടുത്ത് പഠിക്കുക. ഇതൊക്കെയാണ് നമ്മൾക്ക് റെഫറൻസ് ബുക്സുകൾ എന്ന് പറയാനായിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പോർഷനിൽ നിന്നും കിട്ടുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. അപ്പം കഴിഞ്ഞ തവണത്തെ എക്സാമിനെ ബേസ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ കോളേജുകാര് ഈ എല്ലാ സബ്ജക്റ്റുകളും ഉൾപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ നോക്കരുത്. കാരണം അതിനകത്ത് മിസ്റ്റേക്സുകൾ ഉണ്ടാകാം. ടെക്സ്റ്റ് ബുക്കുകളോ അല്ലെങ്കിൽ കോച്ചിങ് സെന്ററുകളിൽ നിന്നുള്ള ക്ലാസ്സുകളോ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ചെയ്ത് പഠിക്കാനായിട്ട് റെഫറൻസ് ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ബുക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഓരോ എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിലും MCQ ക്വസ്റ്റ്യൻ ബാങ്കുകൾ ഉണ്ടാകും. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് RS കുറുമിയുടെ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് വളരെ നല്ലൊരു ബുക്കാണ്, ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സുകാർക്കാണെങ്കിൽ ഗുപ്തയുടെ JB ഗുപ്തയുടെ ഒബ്ജക്റ്റീവ് ബുക്കുണ്ട്. അങ്ങനെ ഓരോ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകാർക്കും അവരുടേതായിട്ടുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ബുക്സുകൾ ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ബുക്സുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മളുടെ സൈറ്റുകളിൽ നിന്നും കുറെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കിട്ടും. അതൊക്കെ നിങ്ങൾ റെഫർ ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു ഇലക്ട്രോണിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു ആളാണ്. അപ്പൊ ഈ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു ഇലക്ട്രോണിക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മോഡലായിട്ട് ഇതിനകത്ത് ഞാൻ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സിവിലും മെക്കാനിക്കലും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പൊ നമുക്ക് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇതിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് ഒരു പെരിഫറൽ ലെവലിൽ പഠിച്ചു പോകുന്ന ആളുകൾക്ക് കിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ദ കറന്റ് ഇൻ എ 5 മൈക്രോ ഹെൻറി ഇൻഡക്ടർ ഇസ് ഗിവൺ ബൈ 60+3 ആംപിയർ. 60+3 ഇതാണ് നമുക്ക് കറണ്ട് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇൻഡക്ടർ വോൾട്ടേജ്? അപ്പൊ ഇത് ശരിക്കും ആ ഇക്വേഷൻ എന്താണെന്ന് അറിയുന്ന ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ അറിയണം. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻഡക്ടറിലുള്ള വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻഡക്ടറിലുള്ള വോൾട്ടേജിന് ഒരു ഇക്വേഷൻ ഉണ്ട്, VL is equal to L into di/dt ആണ്. ഇതിൽ I എന്ന് പറയുന്നത് ഇൻഡക്ടറിലൂടെയുള്ള കറണ്ടും L എന്ന് പറയുന്നത് ഇൻഡക്ടറിന്റെ ഇൻഡക്ടൻസ് വാല്യൂവും VL എന്ന് പറയുന്നത് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടറും ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ I നമുക്ക് തന്നിട്ടുണ്ട്. I 60+3 ഇതാണ് നമുക്ക് I തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കാണണം. മാത്സ് അറിയുന്ന ആളുകൾക്ക് ഡെറിവേറ്റീവ് കാണാൻ അറിയാം. 6d/dt ഓഫ് 60+3 എന്ന് എഴുതണം അല്ലെ. അപ്പൊ 2 ടേം ഉണ്ട്. ഇതിൽ ആദ്യം 60 ആണ്. അപ്പൊ ഇതിൽ 6 കോൺസ്റ്റന്റും then dt/dt എന്നുള്ളത് വരും. അത് 1 ആണ്. അപ്പൊ ആദ്യത്തെ ടേമിൽ 6 വരും. പിന്നെ ഇത് 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ആൻസർ 6 ആ വരും. അപ്പൊ ഇവിടെ L ഇൻഡക്ടൻസ് ആണ്. ഇൻഡക്ടൻസിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 5 മൈക്രോ ഹെൻറി. 5 into di/dt നമ്മൾ കണ്ടുപിടിച്ചു 6. സോ 30 വരും. ഇത് മൈക്രോ ഹെൻറി ആയത് കാരണം തന്നെ ഇവിടെ ഒരു മൈക്രോ വരും. പിന്നെ വോൾട്ടേജ് ആയത് കാരണം അതിന്റെ യൂണിറ്റ് വോൾട്ട് ആയിരിക്കും. സോ 30 മൈക്രോ വോൾട്ട് ഉണ്ട്.
അപ്പൊ ഈ ഒരു ഇക്വേഷൻ അറിയാവുന്ന ആളുകള്, പിന്നെ അതുപോലെ തന്നെ ഈ ഡിഫറൻഷിയേഷനും കൂടെ അറിയുന്ന ആളുകൾക്കാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതേപോലെ ചെറിയ ഇക്വേഷൻസും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇലക്ട്രോണിക്സിൽ നിന്ന് അധികം ഉണ്ടായിരുന്നത്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, when the charge on a capacitor is doubled, the energy stored. ഇതും നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ അറിയാമെങ്കിലേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ചാർജ് ഡബിൾ ചെയ്തു, കപ്പാസിറ്റർ ആണെങ്കിൽ അതിന് കപ്പാസിറ്റൻസ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിലുള്ള എനർജിയുടെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കപ്പാസിറ്ററിലുള്ള എനർജിയുടെ ഇക്വേഷൻ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കുന്ന ഇക്വേഷൻ ½ CV² എന്നുള്ളതാണ്. പക്ഷെ ഈ ഇക്വേഷനിൽ ചാർജിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഈ എനർജിയുടെ ഇക്വേഷൻ ചാർജിന്റെ ടേംസിൽ എഴുതണം ആദ്യം. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് Q = CV എന്നുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കപ്പാസിറ്റൻസിന് ഇക്വേഷൻ എഴുതുക. C = 2 കപ്പാസിറ്റൻസിന് ഇക്വേഷൻ എഴുതിയിരുന്നു സാറില്ല, ഒരു മിനിറ്റ്. വോൾട്ടേജിനുള്ള ഇക്വേഷൻ ഇവിടെ നിന്ന് എഴുതുക Q/C എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ½ × C × Q²/C² എന്ന് വരും അല്ലെ. അപ്പൊ ഈ സിയും ക്യാൻസൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ½ × Q²/C എന്ന് വരും. ഇനി നമുക്ക് എഴുതാം കപ്പാസിറ്ററിന് ഒരു കപ്പാസിറ്റർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് കപ്പാസിറ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ Q ഡബിൾ ചെയ്തു, ചാർജ് ഡബിൾ ചെയ്തു എന്ന് പറഞ്ഞു. ചാർജ് ഡബിൾ ചെയ്യുന്ന സമയത്ത് എനർജി അപ്പൊ എന്തായിട്ട് മാറും? E = ഈ പുതിയ എനർജി E∞ ½ × ചാർജ് ഡബിൾ ആകുമ്പോൾ 2Q ആയി, 2Q² എന്ന് വരും. 2² എന്ന് പറയുന്നത് 4 ആണ് അല്ലെ. 4 ½ Q²/C എന്ന് വരും. ഈ ½ Q²/C എന്ന് പറയുന്നത് നമ്മളുടെ ആദ്യത്തെ എനർജിയാണ് അല്ലെ. സോ 4 times E നായി, 4 times E. അപ്പൊ അത് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 4 എന്നുള്ളതാണ്. അപ്പൊ ആ ഇക്വേഷൻസ് അറിയുകയാണെങ്കിൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതേപോലെയുള്ള പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇലക്ട്രോണിക്സിന്റെ ക്വസ്റ്റ്യൻസിൽ അധികം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കാലിന്റെ ക്വസ്റ്റ്യൻസിലും നമുക്ക് പ്രോബ്ലംസ് ആയിരുന്നു അധികം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള സ്ട്രീമുകളിൽ നിന്നൊക്കെ ഉള്ളത് അത്യാവശ്യം എളുപ്പമായിരുന്നു. പിന്നെ ഇത് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടി നമ്മൾ കൂടുതൽ ഈ അൽഗോരിതവും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. കമ്പ്യൂട്ടർ സയൻസുകാർക്ക് അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതൊക്കെയായിരുന്നു നമ്മളുടെ കഴിഞ്ഞ തവണത്തെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതിൽ തന്നെ നമുക്ക് ഈ MCQ ചെയ്ത് പഠിക്കാനായിട്ട് ഇതുപോലെ സൈറ്റുകളൊക്കെ ഉണ്ട്. textbook.com, പിന്നെ അതുപോലെ എക്സാം വേദ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഡിഫറെന്റ് ബ്രാഞ്ചിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ കൂടുതൽ MCQ ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. നമ്മളൊരു MCQ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുക്സുകളിൽ നിന്ന് പഠിക്കുന്നത് നമുക്ക് ബേസിക് വേണം, നമുക്ക് അറിയണം, ടോപ്പിക്കിലൊക്കെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ കുറെ അധികം MCQs ചെയ്ത് നോക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സൈറ്റുകളെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകളെയോ ഒക്കെ ആശ്രയിക്കാം. MCQ ബുക്കുകളെയൊക്കെ നമുക്ക് ആശ്രയിച്ചിട്ട് അത് കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്തെ നമുക്ക് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ചെറിയ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തുകൊണ്ടാണ് നമുക്കിപ്പോ നമ്മളുടെ ഒരു ഇപ്പത്തെ ഒരു PSC പരീക്ഷ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് അക്വയർ ചെയ്യാനായിട്ടുള്ള കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നത്തെക്കാളും വളരെയധികം കൂടുതലാണ്. കാരണം നമ്മുടെ ഈ കൊറോണ, റെസഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ശേഷം നമുക്ക് ഒരു പ്രൈവറ്റ് ജോബിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ആൾക്കാരുടെ ഇടയിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ്, ഒരു ഗവൺമെന്റ് സെക്ടറിലുള്ള ഒരു ജോബ് നേടാനായിട്ടുള്ള ഒരു പ്രവണത കൂടുതലാണ്. അപ്പൊ മുന്നേ നമ്മൾ ഒരു പരീക്ഷ പഠിച്ച് എഴുതുന്നതിനെക്കാട്ടും കൂടുതൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പം ഒരു PSC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റുള്ളൂ. അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാവാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ധാരാളം കോച്ചിങ് സെന്റേഴ്സ് അവൈലബിൾ ആണ്, റിസോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ എല്ലാ ആളുകളും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ സ്ട്രക്ചേർഡ് ആയിട്ടാണ് പഠിച്ചു പോകുന്നത്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മളും എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളും അങ്ങനെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ നമ്മള് എക്സാമിനേഷൻ വളരെ സിമ്പിൾ ആയിരുന്നു. നിങ്ങൾക്ക് PSCയുടെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന പരീക്ഷകളുടെ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, മുന്നേ അതേ സ്ട്രീമിൽ നടന്നിട്ടുള്ള പരീക്ഷകൾ ഒരു
എന്താ ഒരു ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസോ അങ്ങനെയൊക്കെയാണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് എന്തെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു പരീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ അതിനകത്ത് അറിയേണ്ടതുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിലേക്ക് മാറി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇപ്പം ഈ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമ്മൾ വെറുതെ ഒരു വേഗമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നും നടത്തിയിട്ട് ഇപ്പൊ പരീക്ഷ ക്രാക്ക് ചെയ്ത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനും കൂടെ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഇനി വെറുതെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ടും കാര്യമില്ല. നമുക്ക് നല്ല മാർക്കായിട്ട് ഉള്ള ഒരു ടോപ്പ് റാങ്കിൽ തന്നെ വരണം, എങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അപ്പം കോച്ചിങ് സെന്റേഴ്സ് ധാരാളം അവൈലബിൾ ആണ്, റിസോഴ്സസ് ഇപ്പൊ അവൈലബിൾ ആണ്. അതുകൊണ്ട് കോമ്പറ്റീഷനും കൂടുതലാണ്. എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പൊ നമുക്ക് നമ്മളുടെ ഒരു PSC ഒരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടൊക്കെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷ എപ്പം വരുന്നോ എന്താന്നോ ഏതാന്നോ ഒന്നും അറിയില്ല. കുറെ കാലം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ചിലപ്പോൾ 2 വർഷം 3 വർഷം ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെയല്ല. PSC ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ തന്നെ നമുക്ക് ആ വർഷത്തിന്റെ ആദ്യത്തിൽ തന്നെ ഓരോ മാസത്തിലും നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള പരീക്ഷകളുടെ ഒരു കലണ്ടർ ഇങ്ങോട്ട് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ ഈ പരീക്ഷകളൊക്കെ കോൾ ഫോർ ചെയ്തതിന് ശേഷം ഒരുപാട് ടൈം ഒന്നും ഇപ്പൊ കിട്ടാറില്ല. അപ്പൊ നമുക്ക് ലിമിറ്റഡ് ടൈം ആണ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ആ ടൈമിന്റെ ഉള്ളിൽ നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ പ്രിപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല ലെവലിലേക്ക് നമുക്ക് പഠിച്ചെത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ നീഡ് ടു ബി ഓൺ ടോപ്പ് ഓഫ് ദ ലിസ്റ്റ്. നമ്മൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതില് ഏറ്റവും മേളിൽ തന്നെ ഉണ്ടായിരിക്കുക, എങ്കിൽ മാത്രമേ നമുക്കത് ജോലിയിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെറുതെ നമ്മളിങ്ങനെ കോച്ചിങ്ങിന് പോയി, നമ്മൾ പഠിച്ചു, നമുക്കൊരു മാർക്ക് കിട്ടി, ആ മാർക്കിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉൾപ്പെട്ടു, അതുകൊണ്ട് ഒരു ജോലി കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ഈ കഴിഞ്ഞ പരീക്ഷയുടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, 60+ മാർക്ക് കിട്ടിയിട്ടുള്ളത് ഒരു 5 അല്ലെങ്കിൽ 6 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അവർക്ക് എന്തായാലും കിട്ടും. അതിനുശേഷം 50 60 ഇടയിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, കുറെ ആളുകളുണ്ട്. ഈ ഒരു റേഞ്ചിൽ ഒരു 30-35ഓളം ആളുകൾ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പൊ അവരുടെ മാർക്കിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ഇപ്പൊ 50 കിട്ടിയ ആളുണ്ടാകാം, 51, 52, ചിലപ്പോൾ 51.55. ഇവരൊക്കെ ഇങ്ങനെ ഈ മാർക്കുകൾ ഇങ്ങനെ ചെറിയ വേരിയേഷൻ ആകുന്ന സമയത്ത് ഒരു 50ഉം 53ഉം കിട്ടിയ ആളുകൾ തമ്മിൽ ചിലപ്പോൾ ഒരു 10-15 ആളുകളുടെ വ്യത്യാസം ഉണ്ടാകും. മാർക്കിൽ അത്രയും വ്യത്യാസമുള്ളൂ. പക്ഷെ റാങ്ക് വരുന്ന സമയത്ത് നമുക്ക് 20, 10, 15, 20 ഒക്കെ ഉള്ള അത്രയും റാങ്ക് നമ്മൾ പുറകിലേക്ക് പോകും. അപ്പൊ ചിലപ്പോൾ നമുക്ക് വേക്കൻസികൾ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഈ അഡ്വൈസ് പോകുള്ളൂ. അപ്പൊ ആദ്യം അഡ്വൈസ് നമുക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു ലിസ്റ്റ് 3 കൊല്ലം കഴിഞ്ഞ് എക്സ്പയർ ആകുന്ന സമയത്തിനുള്ളിൽ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടിയില്ല എന്ന് വരും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എയിം ചെയ്യേണ്ടത് ആവറേജ് ആവാനല്ല, എബോവ് ആവറേജ് ആവാനായിട്ട് നോക്കുക, ടോപ്പിൽ എത്താനായിട്ട് നോക്കുക. ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതുകൊണ്ട് നമ്മളുടെ ഓരോ മാർക്കും, ഇപ്പൊ ഞാൻ പറഞ്ഞ ചെറിയ ഓരോ മാർക്കില് കുഞ്ഞു മാർക്ക് പോലും ഒരു നെഗറ്റീവ് അടിക്കാണ്ട് നമ്മൾ ചെയ്യണം. ഒരു നെഗറ്റീവിന് നമുക്ക് 0.33 മാർക്ക് നമുക്ക് കുറയും. അപ്പൊ ആ മാർക്ക് കുറയുന്ന സമയത്ത് നമ്മളുടെ റാങ്ക് ചിലപ്പം ഒരു 5ഓ 6ഓ ഒക്കെ ചിലപ്പം ബാക്കിലേക്ക് വരാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഓരോ മാർക്കും ഇമ്പോർട്ടന്റ് ആണ്. നെഗറ്റീവ് മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് അപ്പയർ ചെയ്യണം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് മാത്രം പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഒരു ഹൈ റാങ്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പ് 3ലേക്ക് അല്ലെങ്കിൽ ടോപ്പ് 2ലേക്ക് ഒക്കെ എത്തണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഈ MCQs പ്രിപ്പയർ ചെയ്യണം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം കുറച്ച് നമുക്ക് മുന്നേ നമ്മളൊരു PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ അത്ര എളുപ്പമല്ല. PSCയുടെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ അതിനകത്ത് ഒരു 4 ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാകും അല്ലെ. ഇപ്പൊ ഇവിടെ ഒരു ABCD, ഇവിടെ 1 2 3 4 5 ഒക്കെ കാണാം. എന്നിട്ട് ഇങ്ങനെ മാച്ച് ദ ഫോളോയിങ് ചെയ്യാം. അപ്പൊ ഇതിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് അറിയണം. പണ്ട് നമുക്ക് അങ്ങനെ വേണ്ടിയിരുന്നില്ല. ഒരു ഡെഫിനിഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇപ്പൊ വാട്ട് ഈസ് ദിസ്, ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ അത് മാത്രം അറിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടും. പക്ഷെ ഇവിടെ ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇതിലുള്ള ഈ 4 കൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ.
ഇതിൽ തന്നെ നമുക്ക് കറക്കി കുത്താനും പറ്റില്ല. കാരണം ചിലപ്പോൾ മറ്റേ സൈഡിൽ ഒരു ഓപ്ഷൻ കൂടുതൽ ഉണ്ടാകും. അപ്പൊ നമുക്കത് ഒഴിവാക്കി ചെയ്യാനുള്ള പ്രയാസങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ നമുക്ക് ഇപ്പോഴത്തെ പരീക്ഷകൾക്കൊക്കെ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ അത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നേരത്തെ സിലബസിൽ നമുക്ക് 6 പാർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്ത് വ്യത്യാസമായിട്ടിരിക്കും. കാരണം ഒരാൾക്ക് ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എളുപ്പമായിരിക്കും, മറ്റേ ആൾക്ക് വേറൊരു പോർഷൻ ആയിരിക്കും എളുപ്പമുള്ളത്. അപ്പൊ ഓരോരുത്തരും അവരവർക്ക് കൂടുതൽ ടൈം കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്ട് അല്ലെങ്കിൽ എളുപ്പമുള്ള സബ്ജക്റ്റിന് ഇത്ര ടൈം, അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ സിലബസ് വരുന്ന സമയത്ത് നമുക്ക് മാർക്കിന്റെ ഇതും അറിയാം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതൽ, അതിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് അറിയാത്ത സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അങ്ങനെ അത് ഇൻഡിവിജ്വൽ മാറും. അപ്പൊ ആ രീതിയിൽ അവരവരുടെ പ്രയോറിറ്റി അവരവർ തന്നെ മനസ്സിലാക്കി ആ രീതിയിൽ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുക. ഇനി നമ്മൾ അങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊരു കോച്ചിങ് സെന്ററിൽ പോയിട്ടായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബുക്സ് വായിച്ചിട്ടായിരിക്കും പഠിക്കുന്നത്. എങ്ങനെയാണെങ്കിലും ഇപ്പൊ കോച്ചിങ് സെന്ററിലാണെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യായിരിക്കും. അത് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന നോട്ട്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളുടേതായിട്ടുള്ള ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉണ്ടാക്കി വെക്കുക. അത് വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ പിന്നീട് അത് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരാനൊക്കെയുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പൊ എപ്പോഴും അവരവരുടെ ഒരു ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്ത് പഠിക്കുക. ഇനി അതേപോലെ തന്നെ അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓർത്ത് വെക്കാൻ പ്രയാസമുള്ളതും ഇക്വേഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷോർട്ട് നോട്ട്സ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ ഒരു വേറെ ചെറിയൊരു നോട്ടായിട്ട് നമ്മൾ കീപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മളൊരു നോട്ട് നമ്മൾ ഉണ്ടാക്കി അത് നമ്മൾ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം റിവൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് റിമെമ്പർ ചെയ്യാൻ പ്രയാസമുള്ളതോ ഇക്വേഷൻസോ ഒക്കെ നമുക്ക് വീണ്ടും പെട്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാരലൽ ആയിട്ട് തന്നെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് വെക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള റിവിഷനൊക്കെ അത് എളുപ്പമായിട്ട് ഉണ്ടാകും. ഇനി ഓരോ പോർഷൻസ് ഇപ്പൊ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ട് 1 സിവിലാണ്. സിവിലിൽ നമ്മൾ 3 ടോപ്പിക്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ആദ്യത്തെ മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസിൽ തന്നെ നമ്മൾ ആദ്യം ബ്രിക്സ് പഠിച്ചു. ബ്രിക്സ് പഠിച്ചു കഴിയുന്ന സമയത്ത് ഈ ബ്രിക്സിന്റെ പോർഷനിൽ നിന്ന് നമുക്ക് കിട്ടാവുന്നിടത്തോളം ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് ഇപ്പൊ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ തന്നെ ഒരു 100 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ബ്രിക്സിന്റെ പോർഷനിൽ നിന്ന് ചെയ്താൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഓരോ ടോപ്പിക്കിൽ നിന്നും നമ്മൾ MCQ എടുക്കുക, അത് പഠിക്കുക. എന്നിട്ട് അടുത്ത ടോപ്പിക് എടുക്കുക, അതിന്റെ MCQ നമ്മൾ ചെയ്ത് പഠിക്കുക. പിന്നീട് നമ്മൾ ഈ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു 100 മാർക്കിന്റെ ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ മെറ്റീരിയൽസിന്റെ ടോപ്പിക്സിൽ നിന്ന് നമ്മളൊരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോച്ചിങ് സെന്ററുകാർ തരും. അങ്ങനെ തരുന്നത് നമ്മൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. MCQ നമ്മളൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നമ്മളുടെ ആ ടൈം ഒക്കെ വെച്ചിട്ട് PSCയുടെ ടൈം എത്രയാണോ ആ ടൈം തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ നേരത്തെ എഴുതി വെച്ച നോട്ട് റിവൈസ് ചെയ്യുക, ഷോർട്ട് നോട്ട് റിവൈസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. നമ്മൾ ഫുള്ള് പഠിച്ചു കഴിയുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഈ PSCയുടെ നടത്തുന്ന പോലെ തന്നെ നമുക്ക് കോച്ചിങ് സെന്ററുകാരൊക്കെ മോക്ക് ടെസ്റ്റുകൾ നടത്തും. 8ഉം 10ഉം മോക്ക് ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തും. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്താണ് നമുക്ക് പഠിച്ചു പോകാനായിട്ട്. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഏതൊരു കാൻഡിഡേറ്റിനും അച്ചീവ് ചെയ്യാവുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ 20-ാം തീയതി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് സിലബസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ എല്ലാ ടോപ്പിക്കുകളും ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ സിലബസ് ഒക്കെ പോയി സൈറ്റിൽ നിന്ന് നോക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് ഇപ്പൊ നമ്മളുടെ ഓഫീസ് വരുന്നത് അടൂര് ആണ്. അപ്പൊ അവിടെ ആ ഒരു ഭാഗത്തുള്ളവർക്ക് ഓഫീസിൽ ചെന്ന് അന്വേഷിക്കാം, അല്ലെങ്കിൽ നമ്പറിൽ നമുക്ക് കോൾ ചെയ്തിട്ടോ മെയിൽ ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പോസ്റ്റ് ഡീറ്റെയിൽസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് നിങ്ങളെ അതിനു വേണ്ടിയിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരുന്നതാണ്.
ഈ കോഴ്സ് എടുക്കുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത് ആ രീതിയിൽ തന്നെ ഉണ്ടാവും. ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും. അതിന്റെ MCQ അവിടെ ചെയ്യുന്നുണ്ടാകും. അതിനുശേഷം ഓരോ സബ്ജക്റ്റുകൾ കഴിയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇത് കൂടാതെ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ പറ്റിയ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഇന്ന് എടുത്ത സെഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. മേഡം ഓൺലൈൻ കോച്ചിങ് ഉണ്ടോ? ഇതിന്റെ ഓൺലൈൻ കോച്ചിങ് ആണുള്ളത് അല്ല ഓഫ്ലൈൻ ആണോ എല്ലാം ഉള്ളത്? ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വെബിനാർ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. സാറ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ട്. ആ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കാണുക. അതിനുശേഷം നിങ്ങൾ സിലബസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒന്നെടുത്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡിസൈഡ്